ഈ വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് 4 ലക്ഷം രൂപ 20,000 രൂപയുടെ 20 പ്രതികളിലായി ഉറപ്പിച്ച രീതിയിൽ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. മത്സരിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആ പണം അവിടെ പോയി ശേഖരിക്കാനായി വെറും 1 മിനിറ്റ് സമയം മാത്രമായിരിക്കും ലഭിക്കുക. ആ സമയത്തിനുള്ളിൽ പണമെടുത്ത് തിരികെ വന്നാൽ പണവും ലഭിക്കും, ഇവിടെ തുടരുകയും ചെയ്യാം. പണമെടുക്കാതെ സമയത്തിനുള്ളിൽ തിരികെ വന്നാലും ഇവിടെ തുടരാം. പക്ഷേ സമയത്തിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും. ബിഗ് ബോസ് മൊത്തം എടുത്ത് വന്നില്ലേലും കേറാലോ. മുഴുവൻ എടുക്കണമെന്ന് നിർബന്ധമില്ല, കിട്ടുന്നത് എടുക്കാം. പക്ഷേ സമയം, അതാണ് പ്രധാനം. ബിഗ് ബോസ് കാറോട്ടിട്ടേക്കണ ദൂരത്താണോ? ബിഗ് ബോസിന്റെ കാറോട്ടേക്കണ പാർക്കിംഗ് ഏരിയയില്. ബിഗ് ബോസ് 4 രൂപയുടെ ചടയിട്ടി ഇതെടുത്തോ. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതുള്ളൂ ബിഗ് ബോസ്. ഇത് ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ തന്നെയാണ്. ബിഗ് ബോസ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ടും പറ്റില്ല. ആരൊക്കെയാണ്? ഞാനല്ല, എനിക്ക് വയ്യ. റിസ്ക് ഇത് ബിഗ് ബാങ് വീക്കാണ്, ഇത് വേറെയാണ്. ഇത് എനിക്ക് പറ്റുമായിരിക്കും. ബിഗ് ബോസ് 3 പേര് ഒരുമിച്ചാണോ പോണ്ടേ? എനിക്ക് ഒറ്റ പൈസ കിട്ടിയിട്ടില്ല. നോക്കണേ. ഓ ഐ സീ യു. ആരെടുത്തത്? അനു. എടുക്കണമെന്നില്ല, പോയിട്ട് വരാം. പറ്റില്ല. ആരുമില്ല. ഇസ്ലാമു എനിക്ക് വയ്യ. എന്റെ സമയം വളരെ സമയം അവിടെ എത്ര വേണേലും എടുക്കാം, മൊത്തം എടുക്കണമെന്നില്ല. നേരത്തിന് വന്നാ മതി, എടുത്താലും ഇല്ലേലും. കിട്ടിയില്ലെങ്കിൽ അതാ ടാസ്ക്. സമയം നോക്കണേ, അതാണ് അറിയാൻ പറ്റുമോ? ഒന്നും എടുത്തില്ലെങ്കിൽ വേത്തി മതി. എവിടെയോ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു സ്ഥലത്ത്. സമയം അവിടെ കാണിക്കോ? അല്ല, തിരിച്ചു വരുമ്പോ ഗേറ്റ് അടയ്ക്കോ? അത് ടൈമിലുള്ള പണിയാന്നും പറഞ്ഞിട്ട് ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. സമയത്തിന്റെ ഉള്ളിൽ എത്തിയാ മതി. എത്ര സമയം? ഒരു മിനിറ്റ്. 1 മിനിറ്റോ? സൂക്ഷിക്കണേ. അതില് പോവും. ഒന്നും കിട്ടിയില്ല. 1 മിനിറ്റേ ഉള്ളൂ അല്ലേ? 3 പേര് പോയാ പിന്നെ 3 പേര് പോയിന്നിരിക്കട്ടെ. 6, 5, 5 ആയി. 3 പേര് പോയാ സൂക്ഷിക്കേ. തീരുമാനമായോ? അനുമോൾ, ആദില, അക്ബർ, എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരും. എല്ലാരും വരണോ അതോ ഇവര് 3 ആൾ മാത്രമാണോ ബിഗ് ബോസ്? എത്ര കിട്ടാന്ന് പറഞ്ഞാ 20 കെട്ട്. നല്ല കിട്ടും. പുറത്തു പോവാൻ എനിക്കൊരു ഡോക്യുമെന്റ് എടുത്തത്.
മതിയാ അത് മതി മൂക്ക് മതി ഇവളാണ് മാറ്റുന്നത് സൂക്ഷിക്കണോ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ടീമായിട്ട് നിൽക്കാൻ നല്ലത് ആ ടീമായിട്ട് അതെ അവളോട് ചോദിക്കാം അവളോട് കൂടണം മണിപ്പൂര ടാസ്ക് ഷെയർടാ 300 കൂടാ അവളോട് ചോദിക്കാം ഇനി അവൾക്ക് ഒക്കൊന്നാണ് സൂക്ഷിക്കട്ടോ ജീവൻ പണം വെച്ചുള്ള കളി ഞാൻ എവിടെയോ കണ്ടുണ്ട് പോയിട്ട് പുറത്തു പോയിട്ട് എടുത്തോണ്ട് തന്നെ സംഗതി സ്പോർട്സ് ഷൂ അല്ലേ ഓ മൈക്ക് പൗച്ചിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം എടുത്തു മാറ്റൂ അത് അങ്ങനെ എടുത്ത് വെക്കരുത് കേട്ടോ ഞാൻ രാവിലെയും കൂടെ പറഞ്ഞതാ സോറി സമയം നോക്കണേ സമയം കേട്ടോ ബി കെയർഫുൾ പെട്ടെന്ന് ഓടി വരണേ മനസ്സിലൊരു ആന്തല് ലാസ്റ്റ് പോയി ടൈമിങ് മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് അതെന്താ ചേർന്ന് നോക്കണ്ട മര്യാദ പോയിക്കൊണ്ട് ക്യാഷ് എടുത്ത് പോരാന്ന് വിളിച്ചു ചൂട് ചെയ്തിട്ടുണ്ടോ 1 മിനിറ്റിനകത്ത് പോരാന്ന് വിളിച്ചു 1 മിനിറ്റ് അല്ലേ 39 സെക്കൻഡ് ടിവിയിൽ ഇവർക്ക് നമുക്ക് ടിവിയിൽ കാണാൻ പറ്റുള്ളൂ നമുക്ക് ടൈം അറിയില്ല നമുക്ക് കാണാൻ ഞങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ എന്തെങ്കിലും പോകേണ്ടത് ഞങ്ങൾക്ക് കാണാം അതെങ്ങനെ ടി വി വന്ന് നോക്ക് അപ്പൊ എങ്ങനെ അറിയൂ അവര് മനസ്സിൽ കൗണ്ട് ചെയ്യണം കൗണ്ട് ചെയ്യണം കേട്ടോ പണിപ്പുര ടാസ്ക് ആന്ന് കരുതിയാ മതി 1 സെക്കൻഡും കൂടെ അയ്യോ കിട്ടുന്നിടത്തിനും പോരാ അല്ല ഒന്നും ഇല്ലാണ്ട് കൈയോടെയും പോരാ സൂക്ഷിക്കണം ക്യാരി ചെയ്യാൻ പറ്റിയ ഡ്രസ് ആണെങ്കിൽ ക്യാരി ചെയ്യാൻ മാത്രമൊന്നും ഇല്ല 20 കെട്ടുണ്ട് ഇത് കെട്ടുണ്ട് 2000 വേഗം വാ ഫസ്റ്റാക്ക് All the best. ആദ്യമായിട്ടൊന്നും ടാസ്കിൽ ഇത്ര ടെൻഷൻ ആദ്യമായിട്ടൊന്നും ഇവിടെ വന്നതിന് ശേഷം ടാസ്കിൽ ഇത്ര ടെൻഷൻ ഇത് മിഡ് വീക്ക് അല്ലല്ലോ മിഡ് വീക്കായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കുമല്ലോ അത് പണപ്പെട്ടിയാണല്ലോ പണപ്പെട്ടി കേസിലല്ലോ വേഗം നോക്ക് ഷൂ കിട്ടോ